വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഒമാനിൽ ഇന്ത്യൻ സയൻസ് ഫോറം സംഘടിപ്പിച്ച വാർഷിക സയൻസ് ഫിയസ്റ്റ. 2 ദിവസം നീണ്ടുനിന്ന ശാസ്ത്രമേള കൗമാര ശാസ്ത്ര പ്രതിഭകളുടെ നവീന ആശയങ്ങളുടെ വേദി കൂടിയായി മാറി. സുൽത്താനേറ്റിലെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മേളയിൽ പങ്കെടുത്തു. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അൽഹൈൽ ക്യാമ്പസിൽ നടന്ന ശാസ്ത്രമേളയിൽ സുൽത്താനേറ്റിലെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തിരുന്നു. മനസ്സും യന്ത്രവും സംഗമിക്കുമ്പോൾ എന്ന ഈ വർഷത്തെ പ്രമേയത്തെ ആധാരമാക്കി നടത്തിയ മത്സരത്തിൽ വിദ്യാർത്ഥികളുടെ കഴിവുകളുടെ പ്രകാശനമായിരുന്നു. പരിപാടിയിലെ മുഖ്യ ആകർഷണമായ ശാസ്ത്ര പ്രതിഭാ മത്സരത്തിൽ 5000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യൻ സ്കൂൾ അൽ ഗുബ്ര റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂൾ ബൗഷറും ഇന്ത്യൻ സ്കൂൾ അൽ മബേലയും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിൻ്റെ 70ാം വാർഷികത്തിന് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ടാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ പ്രൊഫസർ മനോജിങ് ചൗധരി പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ഇന്ത്യൻ അംബാസഡർ GV ശ്രീനിവാസ്, ഇന്ത്യൻ സയൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ J രത്നകുമാർ, കിരൺ ആശർ, സെയ്ദ് സൽമാൻ, സുരേഷ് AM, ലത ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1, മസ്കത്ത്.